ശലോമോന് ദാവീദുമായിട്ട് വളരെ നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വലിയ ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു. ശലോമോൻ രാജാവായി തീർന്ന് ഗിബിയോനിൽ യാഗം കഴിപ്പാൻ പോയപ്പോൾ അവിടെ വെച്ചാകുന്നുവല്ലോ ദൈവമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ രാജാവ് ഗിബിയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. രാത്രിയിൽ സ്വപ്നത്തിൽ ശലോമോന് ദൈവം പ്രത്യക്ഷനായിട്ട് ദൈവം ശലോമോനോട് ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക. എന്നാൽ ശലോമോൻ എന്താ ചെയ്യുന്നത്? അടുത്ത വാക്യത്തിൽ കാണാൻ കഴിയുന്നു. ശലോമോൻ വരം ചോദിക്കുന്നതിന് പകരം അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ്. അപ്പനാകുന്ന ദാവീദിനെ അവിടെ കൊണ്ടുവരേണ്ട എന്ത് കാര്യം? നേരിട്ട് ആ ഗിഫ്റ്റ് അങ്ങ് ചോദിച്ചാൽ പോരെ. കർത്താവിനോട് നേരിട്ട് ഗിഫ്റ്റ് അങ്ങ് ചോദിച്ചാൽ പോരെ. തൻ്റെ അപ്പനോടുള്ള ആദരവും ബഹുമാനവും ഇതാ ഈ സമയത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. തൻ്റെ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ പോലും ആദ്യം തനിക്ക് പറയുവാനുള്ളത് തൻ്റെ അപ്പനാകുന്ന ദാവീദിനെ കുറിച്ചാണ്. ഇത് കേട്ടോണം, ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിനൊത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും എന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവന് ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് വീണ്ടും 7-ാം വാക്യത്തിൽ പിന്നെയും പറയുകയാണ്, എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിനു പകരം രാജാവാക്കിയിരിക്കുന്നു. ഈ അപ്പനെ കുറിച്ച് ആവർത്തിച്ച് ഈ സമയത്ത് പറയേണ്ട കാര്യം എന്താണ്? നേരിട്ട് തനിക്ക് ഗിഫ്റ്റ് അങ്ങ് ചോദിച്ചാൽ പോരെ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തനിക്ക് ബോധ്യമാകുന്ന ജ്ഞാനം ചോദിക്കുവാൻ വേണ്ടി അതങ്ങ് നേരിട്ട് ചോദിച്ചാൽ പോരെ. അത്രമാത്രം ബഹുമാനവും ആദരവും ശലോമോന്റെ ഹൃദയത്തിൽ ദാവീദിനെ കുറിച്ചുണ്ടായിരുന്നു. തൻ്റെ അപ്പനെ കുറിച്ച് അത്ര വലിയ ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു. അതാണ് ശലോമോന്റെ ജീവിതത്തിൽ ആ സമയത്തുണ്ടായ അത്ഭുതങ്ങൾക്ക് അതിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. താൻ ജ്ഞാനികളുടെ ജ്ഞാനിയായി തീരുവാൻ കാരണമെന്ന് പറയുന്നത് അതിൻ്റെ വേരന്വേഷിക്കുകയാണെങ്കിൽ തൻ്റെ അപ്പനോടുള്ള ആദരവ്, തൻ്റെ അപ്പനോടുള്ള ബഹുമാനം, അതാണ് ശലോമോൻ രാജപദവിയിലെത്തി ജ്ഞാനികളിൽ ജ്ഞാനിയായി തീർന്നത്.